നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ പാർട്ടിക്ക് 2 മന്ത്രിമാർ വേണമെന്ന സമ്മർദ്ദം ശക്തമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ആവശ്യം മുന്നണി നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചു. പാർട്ടിയിലെയും മുന്നണിയിലെയും മുതിർന്ന നേതാവായ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിയുക്ത ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങളുടെ പാർലമെൻറ്റ് പാർട്ടി യോഗം കൂടി ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ് 2 മന്ത്രിമാർ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും, തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നടപ്പിലാകും. തീർച്ചയായിട്ടും പാർട്ടി എല്ലാ കാര്യങ്ങളും പരിഗണിക്കും, UDF പരിഗണിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഗണിക്കുമെന്ന് തന്നെയാണ്, എന്നെയും പരിഗണിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ലെവിൻ കെ വിജയൻ നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ ലീഗിനല്ലാതെ മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ കാര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം അങ്ങനെയാണ് ഇപ്പം കോൺഗ്രസിനുള്ളിലെ ധാരണ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പം ജോസഫ് വിഭാഗം സംഭവം പ്രതിസന്ധിയിലാക്കുമ്പോൾ നിലവിലെ പ്രശ്നമാണ്. പാർട്ടിക്കുള്ളിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിനൊപ്പം ഈ മന്ത്രിസ്ഥാനങ്ങൾ കൂടി ചോദിച്ച് മുന്നണിയിൽ വീണ്ടും ഒരു കലഹം ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണോ ഉണ്ണിയാടന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സേതു, ഗുഡ് മോർണിംഗ്. മധ്യ കേരളത്തിൽ UDFന്റെ മുഖമായി മാറിയ സംഘടനയാണ് കേരള കോൺഗ്രസ്. പല സ്ഥലങ്ങളിലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഏറ്റുമാനൂരും അടക്കമുള്ള സീറ്റുകൾ വിട്ടു നൽകേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ആ 10 സീറ്റിൽ മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസ് 8 സീറ്റിലേക്ക് മത്സരിക്കുകയും അതിൽ 7 സീറ്റും കാഞ്ഞങ്ങാട് ഒഴികെയുള്ള 7 സീറ്റും വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റി യോഗം തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത്. ആ തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ PJ ജോസഫ് അടക്കമുള്ള ആളുകളുമായി പാർട്ടി വിശദമായി തന്നെ നിലവിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി തന്നെ 2 മന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യമാണ് കേരള കോൺഗ്രസ് മുന്നണി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന് തക്കതായ കാരണവുമുണ്ട്. സീറ്റ് ചർച്ചകളും മറ്റും നടക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും മറ്റ് മുന്നണികൾക്കും കോൺഗ്രസിനും സീറ്റുകൾ വിട്ടു നൽകുകയും ആ സീറ്റിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ വിജയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തരമൊരു ക്ലെയിം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പറയുന്നത്. 2 മന്ത്രിമാർ മുന്നണിക്ക് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് വേണം. സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും പ്രബലരായ കേരള കോൺഗ്രസ് വിഭാഗം എന്നുള്ള നിലയിലുള്ള പരിഗണന, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കമുള്ള സ്വാധീനം പരിഗണിച്ചുകൊണ്ട് അത് തങ്ങൾക്ക് വേണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പാർട്ടി അധ്യക്ഷൻ PJ ജോസഫ് തന്നെ ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ട മുന്നണി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തൊടുപുഴയിൽ ചേർന്ന യോഗം മോൻസ് ജോസഫ് MLA കടുത്തുരുത്തി MLA പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ തോമസ് ഉണ്ണിയാടനാണ് നിലവിൽ ഈ കേരള കോൺഗ്രസിൽ വിജയിച്ചു വന്നവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മറ്റൊരാൾ. നേരത്തെ ചീഫ് വിപ്പായി പ്രവർത്തിച്ചതിൻ്റെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ UDFനൊപ്പം ചേർന്ന് 15 വർഷക്കാലം MLA ആയിരുന്നു തോമസ് ഉണ്ണിയാടൻ. മോൻസ് ജോസഫ് LDFനൊപ്പം PJ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് മന്ത്രിയും MLAയും മന്ത്രിയുമൊക്കെ ആയിരുന്നു ദീർഘകാലം. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി UDFനൊപ്പം നിൽക്കുന്ന ആളെന്നുള്ളതിൽ പരിഗണന തനിക്കും ഉണ്ടാകും. പാർട്ടി 2 മന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യം അറിയിച്ചതോടുകൂടി UDF നേതൃത്വവും അക്കാര്യത്തിൽ പരിഗണന നൽകുമെന്നുള്ളതാണ് ഉണ്ണിയാടൻ പറയുന്നത്. ഏതായാലും ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ണിയാടൻ്റെ 4ാമത്തെ തെരഞ്ഞെടുപ്പ് വിജയമാണ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ R ബിന്ദുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. ഇരിങ്ങാലക്കുടക്കാരുടെ മനസ്സിൽ തന്നെ തിരികെ വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ പലിശ ചേർത്ത് ഇത്തവണ തന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഉണ്ണിയാടൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുകളുടെ യോജിപ്പ്, മറ്റ് LDFനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസുകൾ തോറ്റ് അമ്പിയ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്ന PJ ജോസഫ് വിഭാഗവും അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബും മാത്രമാണ് കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളുടെ ഭാവിയെക്കുറിച്ചും തോമസ് ഉണ്ണിയാടൻ സംസാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസുകൾ യോജിക്കണമെന്നുള്ളത് എല്ലാവരുടെയും പൊതു അഭിപ്രായമാണെങ്കിൽ പോലും ഇപ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള സമയമല്ല. മാത്രമല്ല ഭാവി കാര്യങ്ങൾ പിന്നീട് കേരള കോൺഗ്രസുകൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഹൈപ്പവർ കമ്മിറ്റി അംഗമായ തോമസ് ഉണ്ണിയാടൻ പറയുന്നു. ഏതായാലും 2 മന്ത്രിമാർ വേണമെന്നുള്ളൊരു ആവശ്യം കേരള കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. UDFനുള്ളിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായില്ലെങ്കിലും കേരള കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതിന് തക്കതായ കാരണവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പ്രബല കക്ഷികൾ എന്നുള്ള നിലയിൽ ആ പരിഗണന തന്നെ തങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതാണ് UDFന്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവും ജയിച്ചു വന്ന MLAമാരിൽ ഒരാളുമായ തോമസ് ഉണ്ണിയാടൻ നമ്മളുമായി പങ്കുവെക്കുന്ന അഭിപ്രായം. സേതു.